നിരന്തരമായ ആരാധനകൾ ഒഴുകിയിരിക്കെ പ്രവാചകത്വം അടിസ്ഥാന ശരിയായിരുന്നു. ഇതിലൂടെ മതത്തിന്റെയും നിറത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ പരസ്പരം പോരടിച്ചതിനെ മുൻകാല പ്രവാചകർ ചെയ്ത പോലെ ഏകതയും വിശ്വാസത്തിൽ കോർക്കുന്ന വീഴാനുള്ള പ്രവാചകർ. ഒരു പ്രവാചകന്റെ വിശ്വസിച്ച താഴ്മയും വിനയവും ബാല്യത്തിലെ ദൃശ്യമായിരുന്നു. ക്രിസ്ത്യ പുരോഹിതനായ ബഹീറ പ്രവാചകന്റെ അടയാളങ്ങൾ ദർശിച്ചുവെന്നത് ആധുനിക ചരിത്രകാരന്മാർ സമ്മതിക്കില്ലായിരിക്കാം. പക്ഷേ 23 വർഷം കൊണ്ട് സംസ്കാര പടുക്കളാക്കി മാറ്റിയത് തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈശിഷ്ട്യം വൈവിധ്യമാർന്ന വ്യക്തിപ്രഭാവത്തിന് പ്രവാചകരെ അടുത്തറിയാൻ നമുക്ക് സന്നദ്ധരാവുക. ഞാൻ തുടക്കട്ടെ. ആമേൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം ധരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് തങ്ങൾ പഠിപ്പിച്ചു. കുല്ലു വലൂദിൻ യുലദു അലൽ ഫിത്ര ഫഅബവാഹു മുഹബ്ബിതാനിഹി ഔ യുനസ്റാനിഹി ഔ യുമജ്ജിസാനിഹി. സർവ്വ കുഞ്ഞുങ്ങളും ശുദ്ധ പ്രകൃതിയോട് കൂടിയാണ് ജനിച്ചു വീഴുന്നത്. പിന്നീട് അവരെ ജൂതനോ ക്രിസ്ത്യനോ മജൂസിയോ ആക്കി മാറ്റുന്നത് സമൂഹ ജീവിതത്തിലെ പ്രധാന കണ്ണികളായ മാതാപിതാക്കളാണ്. ജനിച്ചു വീഴുന്ന കുഞ്ഞ് വളരെ സംശുദ്ധമായ പ്രകൃതിയിലൂടെയാണെങ്കിൽ അവന് സാഹചര്യങ്ങളുടെ അടിമയെന്ന നിലയ്ക്ക് താരത്തിനുള്ളിലാണ്. എട്ടുപൊട്ടും തിരിയാത്ത കൊച്ചുകുട്ടികൾ മാതാപിതാക്കൾക്ക് മുന്നിൽ ഇതെല്ലാം കാണാൻ വിധിക്കപ്പെട്ടവരായിരിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് വിദ്യാർത്ഥി ലോകത്തെ തിന്മയിലേക്ക് നയിക്കുന്ന 2 ആയുധങ്ങളാണ് ടിവിയും മൊബൈലും. വിദ്യാർത്ഥി തിന്മ രസിച്ച് തിന്മയുടെ വാഹകനാകാൻ ഈ 2 പിശാചുക്കളും മത്സരിക്കുകയാണ്. കമ്പ്യൂട്ടർ എന്ന ലോക രാഷ്ട്രീയ വെബ്സൈറ്റുകളുടെ താണ്ഡവമാണ്. പാവം രക്ഷിതാക്കൾ വിവിധ കോഴ്സുകളിലേക്ക് വിയർപ്പൊഴിച്ചുണ്ടാക്കിയ കാശുകൾ ഹറാമിലേക്കാണ് പോകുന്നതെന്ന് കേൾക്കുമ്പോൾ വേദനയുണ്ട്. മൃഗം പോലെ കാണിച്ച് തല താഴ്ത്തുന്ന നീചവും നികൃഷ്ടവുമായ പൈശാചികത്വം വിദ്യാർത്ഥി ലോകത്ത് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് ഉത്തമ സമൂഹം ഉണ്ടാവുക? വിവാഹം പാർക്കുന്ന വീടാണ്. അവിടെ സ്നേഹവും ബഹുമാനവും നന്മയുടെ പാഠങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളും നന്മയുള്ളവരായി തീരും. നേരെ മറിച്ച് ഗൃഹാന്തരീക്ഷത്തിൽ തിന്മയുടെ വാതായനങ്ങൾ അടച്ചു ഭദ്രമാക്കിയാലും വീടെന്ന ലോകത്തിൽ നിന്നും ഈ കുട്ടി കടന്നു ചെല്ലുന്നത് വിദ്യാർത്ഥി ലോകത്തേക്കാണ്. ഇവിടെ നിന്നാണ് ഈ കുട്ടിയുടെ വികാര വിചാരങ്ങൾക്ക് ചിറക് മുളയ്ക്കുന്നത്. വിദ്യാർത്ഥി ജീവിതത്തിൽ നിന്നാണ് മതപണ്ഡിതനും ബൗദ്ധികനും നിരീശ്വരവാദിയും അല്ലെങ്കിൽ MBക്കാരനും MBBS കാരനും മുതലാളിയും ശാസ്ത്രജ്ഞനും ഒക്കെയാക്കുന്നത്. വിദ്യാർത്ഥി ജീവിതത്തിന്റെ അധ്യാപനത്തിന്റെ തുടക്കം മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ്. ഗുരുനാഥന്മാരെയും മാതാപിതാക്കളെയും ബഹുമാനിക്കുകയും മനസ്സിന്റെ അടുത്തട്ടില്ലവർക്ക് ഇടം നൽകുകയും ചെയ്യുക. അല്ലാഹു നമ്മെയും കുടുംബത്തെയും സത്യവാന്മാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ശ്രോതാക്കളെ, ഇസ്ലാം സമാധാനത്തിന് എന്ന കാലിക വിഷയമാണ് ഞാൻ ഇവിടെ വിഷയീഭവിക്കുന്നത്. ലോകതലത്തിൽ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും ഭീകരവാദിയും തീവ്രവാദിയുമായി ചിത്രീകരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇവിടെ തെരഞ്ഞെടുക്കുന്നത്. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം ശാന്തി, സമാധാനം എന്നാണ്. മനുഷ്യ മനസ്സുകളെ സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും വാക്താക്കളാക്കാനാണ് മതങ്ങൾ ഇവിടെ നിലകൊള്ളുന്നത്. ഇസ്ലാമിന്റെ പ്രവാചകനും ലോകത്തിന്റെ നായകനുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷത്തിൽ നമുക്ക് വേണ്ടി പഠിപ്പിച്ചതും അതാണ്. ഇസ്ലാമിനെ കുറിച്ച് സാമാന്യ പരിജ്ഞാനം പോലും ഇല്ലാത്ത വിഡ്ഢികൾ ഇസ്ലാമിനെ അപമാനിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്താൽ അത് ജിഹാദാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാമിന്റെ ബാലപാഠം പോലും ഇല്ലാത്ത തീവ്രവാദികൾ എന്ന ലേബലിൽ അറിയപ്പെടുന്ന ഇത്തരക്കാരുടെ നാമങ്ങൾ മുസൽമാന്റെ നാമമാണെങ്കിൽ ഇസ്ലാമിനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാം ഒരു ഉറുമ്പിനെ പോൽ നോപിക്കരുതെന്ന് പഠിപ്പിച്ച മതമാണ്. സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും പ്രായമുള്ള ജീവിച്ച് കൊതിതീരാത്ത എത്രയെത്ര മനുഷ്യ മക്കളുടെ ജീവനുകളാണ് ഇവർ കൊയ്തെടുക്കുന്നത്. ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്താണ് വർഗീയത എന്ന് ചോദിച്ചപ്പോൾ നിന്റെ ജനതയുടെ അക്രമത്തിന് കൂട്ടുനിൽക്കലാണെന്ന് ഉത്തരം നൽകുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ തന്റെ സഹോദരന്റെ ദിശ നിർണയിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സഹോദരങ്ങളെ, ചിന്തിക്കുക, എവിടെയാണ് ഇസ്ലാം ഭീകരവാദവും തീവ്രവാദവും പഠിപ്പിക്കുന്നത്? തീവ്രവികാരങ്ങൾക്ക് അടിമപ്പെട്ട് സ്വന്തം സമൂഹത്തിന്റെ നാശം ഉറപ്പാക്കുന്നവർ സ്നേഹത്തിന്റെ തീവ്രവാദം പഠിപ്പിച്ച പ്രവാചകരിലേക്ക് മടങ്ങുക. വിശ്വാസത്തിന്റെ കറുത്തും സ്നേഹത്തിന്റെ നനവും പകർന്ന് ശത്രുവിനെ പോലും വരുതിയിലാക്കിയ പ്രവാചകരിലേക്ക് മടങ്ങുക.
വികാരങ്ങൾക്ക് അടിമപ്പെടാതെ വിവേകത്തിന് അടിമപ്പെടുക. അപ്പോഴാണ് പരിപൂർണ മനുഷ്യനാകുന്നത്. സ്നേഹവും കരുണയും വിട്ടുവീഴ്ചയും പഠിപ്പിച്ച മതദർശനത്തിന്റെ ജീവിക്കുന്ന സാക്ഷിയാവുന്നതാണ് ഏറ്റവും വലിയ ജിഹാദ് ഇസ്ലാം പഠിപ്പിച്ചു. ജീവിച്ചു കൊതിയുന്ന തീവ്രവാദികൾ ജീവിതത്തിന്റെ ഓളങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുന്ന എന്നെ പോലുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുമോ? ഇവിടുത്തെ ഭരണകൂടത്തോടും വിദ്യാർത്ഥിയായ ചിലത് എനിക്ക് പറയാനുണ്ട്. ഇസ്ലാമിന്റെ വാഹകർ എന്തെങ്കിലും ചെയ്താൽ നിഷ്ഠൂരം വധിക്കാനും തൂക്കിലേറ്റാനും തയ്യാറാകുമ്പോൾ ഇത് മതേതരത്വ ജനാധിപത്യ രാജ്യമാണെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ക്രിമിനലുകൾക്ക് എല്ലാവർക്കും ഒരേ ശിക്ഷ. അതിൽ വംശീയതയുടെ വേർതിരിവില്ലാതെ സംഘടനകൾക്ക് വഴിവെക്കാതെ മുമ്പോട്ട് പോവുക. ഭീകരവാദത്തെയും തീവ്രവാദത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ജനങ്ങളെയും സംഘടനകളെയും ഏത് മതത്തിൽ നിന്നായാലും ഒറ്റപ്പെടുത്തുക. ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും പേരിൽ നടക്കുന്ന നരനായാട്ടുകൾ അവസാനിപ്പിക്കുക. ചോരത്തിളപ്പുള്ള പ്രായവികാരങ്ങൾക്ക് അഴിമപ്പെടാതെ വിവേകത്തിന് അഴിമപ്പെടുത്താൻ ശ്രദ്ധ ചെലുത്തുക. ആരോഗ്യവും ഒഴിവ് സമയം തന്റെ ഇച്ഛകൾക്ക് അനുസൃതമാക്കി വിചാര വികാരങ്ങൾക്ക് അഴിമപ്പെടുമ്പോഴാണ് നീചരും നികൃഷ്ടരുമാകുന്നത്. അല്ലാഹു നമ്മെ സൽവഴിയിൽ ഗമിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.